എല്ലാ മനുഷ്യർക്കും ദൈവം തുല്യമായി കൊടുത്തിരിക്കുന്ന ഒന്നാണ് സമയം. 24 മണിക്കൂറാണ് എല്ലാവർക്കും തുല്യമായി ദൈവം നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ സമയം ചില ആളുകൾ വളരെ പരിജ്ഞാനത്തോടെ ഉപയോഗിക്കുന്നതായി കാണുന്നു. പ്രാർത്ഥിക്കുവാനും ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവവചനം ധ്യാനിപ്പാനും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാനും ഉത്തമ കാര്യങ്ങൾ ചിന്തിക്കുവാനും ദൈവനാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം എന്നുള്ള ചിന്തയിലുമൊക്കെ അവരുടെ സമയം അവർ ചിലവഴിക്കുകയാണ്. മറ്റു ചിലരാകട്ടെ വ്യർത്ഥ സംസാരങ്ങളിൽ സമയം ചിലവിട്ട് അവർക്ക് ലഭിച്ച സമയത്തെ അവർ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് അതിഭാഷണം പാപകരം ആകുന്നു എന്നുള്ളത്. പക്ഷേ നമ്മിൽ പലരും അത് അത്ര കാര്യം ആക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം എന്നിവയോടൊപ്പമാണ് വിശുദ്ധന്മാർക്ക് യോജിക്കാത്ത കാര്യങ്ങളുടെ ഒരു പട്ടികയെക്കുറിച്ച് പറയുമ്പോൾ പൊട്ടച്ചൊല്ലും കളിവാക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5:3 മുതൽ നമുക്കത് കാണാം. ഇതൊന്നും വിശുദ്ധന്മാർക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ടൊരു പട്ടിക അവിടെ വയ്ക്കുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം, വ്യർത്ഥ സംസാരം, ഇങ്ങനെ കാര്യങ്ങളാണ്. ഈ വക നിമിത്തം ആകുന്നു ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞാണ് അപ്പോസ്തലനായ പൗലോസ് ആ ഭാഗം ഉപസംഹരിക്കുന്നത്. അതുകൊണ്ട് നാവിനെ നാം നിയന്ത്രിക്കുവാൻ പഠിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നാം നമ്മുടെ നാവിനെ ശീലിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് തീരാ നഷ്ടമായിട്ട് മാറും എന്നുള്ളതിന് സംശയമില്ല. യേശുവിനോടുള്ള നമ്മുടെ അകൽച്ചയും അടുപ്പവും അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യേശുവിനോട് നമ്മൾ കൂടുതൽ അടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസാരത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവത്തോട് അകന്ന് മനുഷ്യരോട് കൂടുതൽ അടുത്ത് നാം നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് നമുക്ക് തന്നെ നിയന്ത്രിക്കുവാൻ പറ്റാത്ത വാക്കുകൾ പുറത്തു വരും. അശ്ലീല ചുവയുള്ള ഭാഷകൾ നമ്മിൽ നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് നാം തീർച്ചയായും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ക്ലേശകരവും തിരക്കേറിയതുമായ ദിവസങ്ങളിൽ ചിലപ്പോൾ ചില ആളുകൾ പ്രാർത്ഥനയ്ക്കും ദൈവവചന ധ്യാനത്തിനുമായിട്ട് സമയമെടുക്കാറില്ല. അവർക്ക് അതിൽ വിഷമമുണ്ട്. എങ്കിലും അവരുടെ സമയം അവരുടെ തിരക്കുകൾക്കിടയിൽ ദൈവത്തോടൊപ്പം നടക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു സങ്കടം തന്നെയാണ്. ദൈവവുമായി അനുനിമിഷം അനുദിനം നാം നടക്കണം, ഒത്തു നടക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നാം ജീവിക്കുവാൻ നമ്മെ തീർച്ചയായിട്ടും സമർപ്പിച്ചു കൊടുക്കണം. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെല്ലാം കാര്യങ്ങളാണ് ദൈവത്തോടൊത്ത് നടക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്നത്? അത് ഒരുപക്ഷെ ചില കൂട്ടുകാരായിരിക്കാം. ഒരുപക്ഷെ നാം ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ നാം കാണുന്ന അനാവശ്യമായ നമുക്കൊട്ടും പ്രയോജനമില്ലാത്ത ചില കാര്യങ്ങൾ കണ്ടും കേട്ടും കൊണ്ടും ഇരിക്കുന്ന ഒരു ശീലമായിരിക്കാം. അല്ലെങ്കിൽ വെറുതെ യാതൊരു പ്രയോജനവുമില്ലാത്ത ആളുകളുമായിട്ട് ഒരു പ്രയോജനമില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് സമയം പോക്കുന്നവരായിരിക്കും. തീർച്ചയായും കർത്താവിനോടൊത്ത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രയോജനമില്ലാത്ത ആത്മീയമായിട്ട് യാതൊരു വളർച്ചയ്ക്കും നമ്മെ സഹായിക്കാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അത് നാം ചിന്തിച്ചതുപോലെ ചിലപ്പോൾ വ്യർത്ഥ ഭാഷണങ്ങളാകാം. ഏതാണെങ്കിലും അതിനെ ദൈവമുമ്പാകെ കൊണ്ടുവന്ന് അനുതാപത്തോടെ ആ പാപം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണത്തിനായി ദൈവത്തിൻ്റെ കരുണയ്ക്കായി നാം അപേക്ഷിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഈ പാപത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് സാധിക്കും. ദൈവവചനം പറയുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണമെന്നാണ്. നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്, നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. അത് ക്രിസ്തുവാണ്.
ആ ക്രിസ്തുവിൽ നാം എത്തിച്ചേരണം എങ്കിൽ ഭാരങ്ങളും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ഓടിയേ മതിയാവും. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള കൃപ നമുക്ക് നൽകും. നമ്മെ സങ്കടപ്പെടുത്തുന്ന കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റുന്ന ആത്മീയ ജീവിതത്തിലെ പരാജയങ്ങൾ തീർച്ചയായിട്ടും നാം ഏറ്റുപറയണം. ദൈവം നമ്മളെ വളർത്തട്ടെ, ദൈവം നമ്മളെ ശുദ്ധീകരിക്കട്ടെ, ദൈവത്തിന് പ്രിയമുള്ളവരായി നമുക്ക് ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ ജീവിതത്തിനും ഹാനി വരുത്തുന്ന, കേടുവരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച്, അത് വ്യർത്ഥ സംസാരമാണെങ്കിൽ, അതിഭാഷണമാണെങ്കിൽ, മറ്റേതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് ശുദ്ധീകരണം പ്രാപിച്ച് തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ചെറിയ ജീവിതമാണ്. ഈ കൊച്ചു ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. ഒരിക്കൽ മരണവും പിന്നെ ഒരു ന്യായവിധിയും അവിടുന്ന് നിയമിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദുഷ്കാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.